ഇപ്പോൾ എവിടെയാണുള്ളത്? ഇപ്പോൾ ഓരോ സ്ഥലത്തും മൃതദേഹങ്ങൾ പിന്നീട് അവിടെ നിന്ന് മാറ്റിയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ പാങ്ങോട് നേരത്തെ തന്നെ അങ്ങനെ ഒരു തീരുമാനം അവിടെ എടുത്തിരുന്നു. ഇപ്പോൾ ചുള്ളാളത്തും ആ നിലയിൽ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഏതൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർ ഇനിയും എത്താനുള്ള സാധ്യതയുണ്ട്. നാളത്തെ തുടർ നടപടികൾ എങ്ങനെയെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? അനൂപ്, രതീഷ്, ഇവിടെ അത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. കാരണം ബന്ധുക്കളൊന്നും തന്നെ ഈ കാണുന്ന വീട്ടിൻ്റെ പരിസരത്തോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം. കാരണം ഈ ഒരു കൊലപാതകത്തിന് ശേഷം ബന്ധുക്കൾ എല്ലാവരും ഇപ്പോൾ ഈ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ അഫാൻ്റെ മാതാവ് ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ ഗോകുലം മെഡിക്കൽ കോളേജിൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളെല്ലാം അവിടെയാണുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിൽ മൃതദേഹവും അത് സംബന്ധിച്ച് മറ്റ് സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ബന്ധുക്കളായിരുന്നു തന്നെയില്ല. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നേരത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും ഈ വൈകുന്നേരം 6 മണിക്ക് മുൻപായിട്ടാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യമായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അഫാന്റെ വാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം സമീപത്തായി എത്തി ഇവരുടെ വാപ്പയുടെ സഹോദരനെ ഭാര്യയെ കൊലപ്പെടുത്തുന്നു. പിന്നീടാണ് ഈ കാണുന്ന വീട്, അതായത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പേരുമല, ഇതായത് വെഞ്ഞാറമൂട് തേമ്പാമൂട് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഭാഗത്താണ് ഈ പേരുമല എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്ന് ഈ കാണുന്ന ഈ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഒരു 100 മീറ്ററിനകത്ത് മാത്രമേ ഉള്ളൂ ഈ അഫാന്റെ വീട് എന്ന് പറയുന്നത്. ഇത് സമീപത്തെല്ലാം വീടുകളുള്ള ഒരു പ്രദേശമാണ്. നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ അവിടെ ഒഴുകി കിടക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ എല്ലാം വലിയ രീതിയിൽ ജനസാന്ദ്രതയുള്ള ഒരു മേഖലയാണ്. അടുത്തടുത്തെല്ലാം വീടുകളൊക്കെ തന്നെയുണ്ട്. ആ ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ കൊലപാതകം നടന്നിരിക്കുന്നത്. പക്ഷേ ഈ കൊലപാതകം നടന്നു, അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിന്റെ സമയത്ത് മറ്റ് ബഹളങ്ങളൊന്നും തന്നെ വീട്ടിൽ നിന്ന് കേട്ടിട്ടില്ല എന്നാണ് ഈ അയൽവാസികൾ പോലും പറയുന്നത്. അത്തരത്തിൽ ഇവർ ഈ നാട്ടുകാരുമായിട്ടൊക്കെ തന്നെ ബന്ധമുണ്ടായിരുന്നുവെങ്കിലും ഈ കൊലപാതകം സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ ഇവരും അറിഞ്ഞിരുന്നില്ല. പോലീസ് നൽകിയ വിവരം അനുസരിച്ച് ഈ നാട്ടുകാരും കൂടി ഇവിടെ എത്തിയ സമയത്താണ് തൊട്ടടുത്ത് താമസിക്കുന്നവർ പോലും ഈ ഒരു ക്രൂരമായ കൊലപാതകത്തിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ അറിയുന്നത്. അവർക്കും ഈ വീട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഇവർക്കൊന്നും തന്നെ യാതൊരു വിവരവും ഇതുവരെയും ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത്. ജിബിനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. റൂറൽ SP ഉൾപ്പെടെയുള്ളവർ വിവിധ ഇടങ്ങളിലെത്തി പരിശോധനകൾ തുടരുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രാഹുൽ ജി നാഥ് അവിടെയുണ്ട്. രാഹുൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ് ആ ദൃശ്യങ്ങൾ പ്രതികരണത്തിലേക്ക്. രാഹുൽ, ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് അവിടെ ഉള്ളത്? കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല, പിന്നീട് പറയാമെന്നതാണോ നിലപാട്? അത് തന്നെയാണ് രതീഷ്, ഉറപ്പിച്ച് പറയാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, ഈ ലത്തീഫിന്റെ മൃതദേഹം സോഫയിൽ ഇരിക്കുന്ന നിലയിലാണ്. അതായത് ആരോടോ സംസാരിക്കുന്ന തരത്തിൽ ഒരു ബലപ്രയോഗത്തിന്റെ ഒരു കാര്യങ്ങളില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അപ്പോഴും ഇപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞത്, പരിചയമുള്ള ആളാകാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ചുറ്റിക കൊണ്ട് അടിച്ചതിന്റെ ഒരു മുറിവാണ് മുഖത്തുള്ളത് എന്ന് റൂറൽ SP പറഞ്ഞു. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ, പ്രതിയുടെ ആരോഗ്യസ്ഥിതിയാകട്ടെ അല്ലെങ്കിൽ ഇതിലേക്കുള്ള കാരണം ഇപ്പോൾ കടബാധ്യത എന്ന സൂചന ലഭിക്കുമ്പോൾ പോലും അത് ഉറപ്പിച്ച് പറയാൻ പോലീസിനാകുന്നില്ല എന്ന തരത്തിലാണ് നമ്മോട് പ്രതികരിച്ചത്. അത് അന്വേഷിച്ച് പുറത്ത് വരണം എന്നുള്ള തരത്തിലാണ് പ്രതികരിച്ചത്. എന്തായാലും റൂറൽ SP ഇപ്പോൾ നിലവിൽ 2 കാര്യങ്ങളാണ് കൃത്യമായി പറഞ്ഞത്. ഒന്ന്, ചുറ്റിക കൊണ്ട് അടിച്ചത് തന്നെയാകാം എന്നുള്ളത് തന്നെ പറയുന്നത്. കാരണം ഈ വീടിന് തൊട്ട് മുന്നിൽ, അതായത് ഈ കതകു തുറക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന സ്വീകരണ മുറിയിലെ ആ സോഫയാണ്. ആ സോഫയിലാണ് ഈ മൃതദേഹം ഇത്തരത്തിൽ സോഫയിൽ ഇരിക്കുന്ന നിലയിൽ മരിച്ചു കിടക്കുന്നത്. ആ തൊട്ടു പിന്നിലാണ് അടുക്കളയുള്ളത്. തൊട്ടു പിന്നിൽ അടുക്കളയുണ്ട്. ആ അടുക്കളയിലാണ് ഭാര്യ, ലത്തീഫിന്റെ ഭാര്യയും ഇത്തരത്തിൽ ചുറ്റിക കൊണ്ട് അടിയേറ്റ് മരിച്ചു കിടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ വീട്ടിലേക്ക് കയറി ചെന്ന നാട്ടുകാരും പറഞ്ഞത് തന്നെയാണ്. മുറിപ്പാടുകൾ മുഖത്തുണ്ട്. അത് വെട്ടേറ്റതാണോ എന്നുള്ള സംശയം അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ചുറ്റിക കൊണ്ടുള്ള മർദ്ദനമാണ് എന്നുള്ളതിൽ വ്യക്തത ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മുറിവുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നീട് ഇതിന്റെ കാരണത്തിലേക്കും ഒപ്പം കൂടുതൽ വിശദാംശങ്ങളിലേക്കും പരിശോധനകൾക്ക് ശേഷം മാത്രമേ പ്രതികരിക്കാനാകൂ എന്ന തരത്തിലാണ് റൂറൽ SP സുദർശൻ നമ്മോട് ഇപ്പോൾ നിലവിൽ പ്രതികരിച്ചത്. എന്തായാലും പോലീസ് സംഘം ഈ പറഞ്ഞതുപോലെ മൃതദേഹങ്ങൾക്ക് കാവൽ നിൽക്കാനുള്ള, അതായത് ഇൻക്വസ്റ്റ് നടപടികൾ ഏതാണ്ട് പൂർത്തിയാവുകയാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നാളെയേ സാധ്യമാകുള്ളൂ. അപ്പോൾ അതുവരെ ഇത് ഈ വീട്ടിൽ നിന്ന് മാറ്റുന്നില്ല എന്ന നിലപാടിലേക്കാണ് പോലീസ് എത്തിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ റൂറൽ SP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് സംഘം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഇവിടെ തന്നെയുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഇതാണ്. ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റതാണ്. അത് പരിചയമുള്ള ആൾ തന്നെ ചെയ്തത് ആണ്. കാരണം ഒരു ബലപ്രയോഗത്തിന്റെ കാര്യങ്ങളില്ല. മുൻവാതിൽ തുറന്നു കിടക്കുക
നടക്കുകയായിരുന്നു. ഒപ്പം ഇത്തരത്തിൽ സോഫയിൽ ഇരിക്കുന്ന നിലയിലാണ് അടിയേറ്റ് മരിച്ച നിലയിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണുമ്പോൾ അത്തരത്തിൽ സോഫയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത് എന്നുള്ള നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ വ്യക്തമായി റൂറൽ SP പറഞ്ഞത്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അത് അന്വേഷണത്തിൽ കൂടി തെളിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, രാഹുൽ ജി നാഥാണ് അവിടുത്തെ പുതിയ വിവരങ്ങൾ, ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അതിന്റെ വിശദാംശങ്ങളാണ് രാഹുലും വിശദീകരിച്ചത്. മൊഴിയുടെ വിശദാംശങ്ങളാണ് അല്പം മുമ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത്. അഫാൻ നടത്തിയത് പ്രതികാര കൊലയാണ് എന്തായിരുന്നു അതിലെ സുപ്രധാനമായ വിവരം. 5 പേരെ കൊന്ന അഫാന്റെ മൊഴിയുടെ വിശദാംശങ്ങളാണ് മാതൃഭൂമി പുറത്തുവിട്ടത്.